ഇവര് തളർത്തി വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാണ്ട് നിന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. മറ്റുള്ളവർ വന്നത് ഗവൺമെൻറ് അവരെന്തോ പറഞ്ഞിട്ട് അവരുടെ വായ കൊണ്ട് എന്തും പറയും. പക്ഷേ നമ്മളെ ഒരു ലക്ഷ്യം ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. മാക്സിമം 10-50 മേലെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ജേണീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഞാൻ ഫെബ്രുവരി 18-നെങ്ങാനാണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ 1 മാസം കൊണ്ട് ഞാൻ എങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്തു, എൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു, എല്ലാം ഞാൻ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്, എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബിലൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് 1 മാസം കൊണ്ടാവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പല വീഡിയോസും കാണാം, ഒരു ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ്, ഒരു ദിവസം കൊണ്ട് 5000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും കാണാം. പക്ഷേ എനിക്കത് വർക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ 1 മാസം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയും. ഞാൻ ഫെബ്രുവരി 18 ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ നോമ്പിൻ്റെ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ വീഡിയോ മുടങ്ങിയിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഡെയിലി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യായിരുന്നു. മാക്സിമം 3 ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു. അത് പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ 2-1 ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. പക്ഷെ തീരെ അപ്ലോഡ് ചെയ്യാൻ നിന്നിട്ടേയില്ല. കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം. അതായത് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇടണം. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ടൈം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് വീഡിയോ ഇടാനുള്ളത്. ഞാനങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഓഡിയൻസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളെ ഓഡിയൻസ് എപ്പോഴാണ് നമ്മളെ വാച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിൽ കറക്റ്റായിട്ട് ഗ്രാഫ് പോലെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രാഫ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ജെമിനിയിൽ കൊണ്ടുപോയിടുക. ജെമിനിയോട് ചോദിച്ചാൽ മതി എൻ്റെ ഓഡിയൻസ് എപ്പോഴാണ് വാച്ച് ചെയ്യുന്ന സമയം എന്നുള്ളത്. ജെമിനിയോട് ചോദിച്ച് ജെമിനി കറക്റ്റ് സമയം പറഞ്ഞു തരും. നമ്മൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും എപ്പോഴാണ് ആൾക്കാർ വാച്ച് ചെയ്യുന്നതും ഒക്കെ ജെമിനി അനാലിസിസ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെ ചെയ്യുക. എപ്പോഴാണ് നിങ്ങൾ ഓഡിയൻസ് വാച്ച് ചെയ്യുന്നത് എന്നുള്ള സമയം നിങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താവുന്നതാണ്. പിന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഷോർട്സ് ആണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ലോങ് വീഡിയോ ഇടാണ്ട് നിൽക്കരുത്. ഷോർട്സും മുന്നോട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ ലോങ് വീഡിയോയും മുന്നോട്ട് കൊണ്ടുപോവുക. ലോങ് വീഡിയോ ഇടുമ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഉണ്ടാവില്ല ലോങ് വീഡിയോയിൽ, അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഷോർട്സ് കണ്ടിട്ട് നിങ്ങൾ ആ ഷോർട്സ് ഇഷ്ടപ്പെട്ടാൽ പലരും ഈ ലോങ് വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഏതൊരു വീഡിയോക്കാണോ ആ ഒരു വീഡിയോൻ്റെ ബേസിൽ ഇങ്ങനെ ഏകദേശം അതിന് സാമ്യമായിട്ട്, അതേ കോപ്പിയല്ല പക്ഷെ അതിനോട് അടുപ്പിച്ച് നിൽക്കുന്ന വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെ ആൾക്കാർ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു ആൾക്കാർ നിങ്ങളെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. അപ്പം ഡെയിലി ഇങ്ങനെ മാറ്റി മാറ്റി ഇടാണ്ട് നോക്കുക. ഞാൻ യൂട്യൂബ് എന്താ എല്ലാം അറിഞ്ഞിട്ടല്ല ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. എനിക്ക് അത് ഏൺ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ എന്തെങ്കിലും പറ്റുമായിരിക്കാം, പറ്റട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പിലാണ്. ഇത് ബിഗിനേഴ്സാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊക്കെ പോലെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പിൽ തന്നെയാണ് ഞാനുള്ളത്. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് മുന്നോട്ട് പോകാം. മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതൊക്കെയാണ്: കൺസിസ്റ്റൻസി, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം. പിന്നെ ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം 1 ആഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് 10 സബ്സ്ക്രൈബേഴ്സ് 20 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒറ്റയടിക്ക് കുറഞ്ഞു പോവുക. അതായത് ഒരു രാത്രി സമയങ്ങളിലാണ് എനിക്ക് ഏറ്റവും ഇങ്ങനെ കൂടുതൽ തോന്നാറ്. 4 ദിവസം ഇങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആൾക്കാർ എന്നെ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടായിട്ട്. അതിനാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഏകദേശം ഒരു 50-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ഞാൻ യൂട്യൂബ് പല വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ ഒരു വീഡിയോസിലും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടായിട്ട് ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഒരു കമൻറ്റിൽ വന്നതാണ്, അതായത് ഡെഡ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഡെഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് നേരെ ജെമിനിയിൽ പോയി സെർച്ച് ചെയ്തു, വാട്ട് ഈസ് ഡെഡ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സബ്സ്ക്രൈബ് ടു സബ് ചെയ്യുമ്പോൾ, അതായത് 24 മണിക്കൂറിനുള്ളിൽ സബ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ റിമൂവ് ആയി പോകും. അതായിരുന്നു കാരണം.
എന്നെ പല ആൾക്കാരും വീഡിയോ കണ്ട് പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അവര് കമന്റിൽ വന്ന് തിരിച്ചു സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, തിരിച്ചു സപ്പോർട്ട് ചെയ്യാലോ എന്ന്. എനിക്കറിയില്ല എങ്ങനെയാണ് എന്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല യൂട്യൂബിൻ്റെ. അപ്പോൾ അങ്ങനെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് 50 മേലെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരിക്കലും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടുള്ള സബ്സ്ക്രിപ്ഷനും ഇങ്ങോട്ടുള്ള സബ്സ്ക്രിപ്ഷനും ഡെഡായി പോവും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ തളർത്താനൊക്കെ ഒരുപാട് പേരുകൾ കാണും. അപ്പോൾ ഇന്ന് ഇവരെന്നെ തളർത്തി, ഇന്ന് ഇവർ തളർത്തി എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാണ്ട് നിന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മൾ ആരെന്ത് പറയുന്നു മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ലക്ഷ്യം നേടിയെടുക്കുന്നവരെ ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുന്നേക്ക് മുന്നേ ഏറ്റവും കൂടുതൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, പലരും എന്തും പറയും ഒന്നും കരുതി നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നഷ്ടം നമുക്ക് തന്നെ. മറ്റുള്ളവർ പറയുന്നത് നെവർ മൈൻഡ്, അവരെന്തോ പറഞ്ഞിട്ട് അവരവരുടെ വായ കൊണ്ട് എന്തും പറയും. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. മാക്സിമം നമ്മുടെ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ.